പാണക്കാട്ടേക്ക് NV അബ്ദുസ്സലാം മൗലവി വന്നാൽ അദ്ദേഹത്തെ ഇമാമായി നിർത്തും. ഈ സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളും മുസ്ലിം ലീഗിലുണ്ട്. എല്ലാ വിഭാഗങ്ങളുമായി എങ്ങനെയാണ് ജീവിച്ചു പോകേണ്ടത് എന്നുള്ള മാതൃക ബാഫിത്തങ്ങളും പൂക്കോയത്തങ്ങളും ഞങ്ങൾ കാണിച്ചു തന്നു. മനസ്സിലായോ? ബാഫിത്തങ്ങൾ ആരോടൊപ്പമാണ്? കെ മൗലിയോടൊപ്പം ജീവിച്ചത്. അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ബാഫിത്തങ്ങളുടെ ചരിത്രവും കെ മൗലിയുടെ ചരിത്രവും പഠിക്കുക. ഒരാൾ മുജാഹിദാണ്, സലഫിയാണ്. ബാഫിത്തങ്ങൾ അഹ്ലുൽ സുന്നത്തിൽ ജമാഅയാണ്. എന്നാൽ അവർക്ക് യോജിപ്പിൻ്റെ വഴിയുണ്ടായിരുന്നു. മൊത്തം മുസ്ലിങ്ങളെയും നാടിനെയും ബാധിക്കുന്ന കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാൻ ആ രണ്ട് മഹാന്മാരായ മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട്. തുറന്നു വന്ന പൂക്കോയത്തങ്ങൾക്കും NV അബ്ദുസ്സലാം മൗലവിയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ആ ഊഷ്മളമായ ബന്ധം. ഹൈദരാബാദ് ആക്ഷൻ്റെ കാലത്ത് സകല മുസ്ലിം ലീഗ് നേതാക്കളെയും കൊണ്ടുപോയി തുറുങ്കിലടച്ചു. അതിൽ പരമസാത്വികന്മാരായ പാണക്കാട് പൂക്കോയത്തങ്ങളെയും NV അബ്ദുസ്സലാം മൗലവിനെയും പുലർച്ചയ്ക്ക് പോലീസ് പിടികൂടി കൊണ്ടുപോയി ജയിലിലടച്ചു. ജയിൽ നാളുകളിൽ എങ്ങനെ നിങ്ങൾ ജയിൽ നാളുകൾ ഇത്ര നാൾ കഴിച്ചു കൂട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ പറഞ്ഞു, ഉത്തരം എന്താ അറിയോ? NV അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ പാരായണം ഉണ്ടാവും ജയിലിൽ. അത് കേട്ടിരിക്കും സമയം നാളുകളും പോയത് ഞാൻ അറിഞ്ഞില്ല. പാണക്കാട്ടേക്ക് NV അബ്ദുസ്സലാം മൗലവി വന്നാൽ അദ്ദേഹത്തെ ഇമാമായി നിർത്തും പൂക്കോയത്തങ്ങൾ. പൂക്കോയത്തങ്ങൾക്കും NV അബ്ദുസ്സലാം മൗലവിക്കും മതപരമായ പല ഫിഖ്ഹ് വിഷയങ്ങളിൽ രണ്ടഭിപ്രായമുണ്ട്. പക്ഷെ യോജിക്കുന്ന മേഖലയുമുണ്ട്. മഹാനായ ശിഹാബ് തങ്ങളും അങ്ങനെയായിരുന്നു അല്ലേ? ഇന്നും തിരൂരങ്ങാടി യത്തീംഖാനൻ്റെ ഉള്ളിൽ മുജാഹിദിൻ്റെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് തറക്കല്ലിട്ടത് ആരാണെന്ന് ആ ശിലാഫലകം പോയി വായിച്ചാൽ അറിയാം. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളാണ്. ഇന്നത്തെ കാലത്തോ സാദിഖലി തങ്ങളെങ്ങാനും പോയി ഒരു മുജാഹിദ് പള്ളിക്ക് തറക്കല്ലിട്ടാൽ ഇസ്ലാം എന്ന് ഒരു പുറത്താക്കും അല്ലേ? ബാഫി തങ്ങളാണ് ചെയ്തത്. പൂക്കോയത്തങ്ങളുടെ പേരിലും പല ചരിത്രങ്ങളുണ്ട്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇന്നത്തെ KNM പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദിയുടെ നേതൃത്വത്തിലുള്ള KNMകാരുടെ ഒരു കൂട്ടായ സംരംഭമാണ് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിലുള്ള ഫാറൂഖ് ഹോസ്പിറ്റൽ. അത് തറക്കല്ലിട്ടതും അത് ഉദ്ഘാടനം ചെയ്തതും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അതിൻ്റെ ഡയറക്ടർമാർ മുഴുവൻ മുജാഹിദുകളാണ്. നിങ്ങൾ ശിഹാബ് തങ്ങൾ എന്ത് ചെയ്തു? മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൗലവി മുജാഹിദ് പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. നിങ്ങൾക്കറിയത്? അപ്പോൾ ഹൈദരലി തങ്ങൾ വരെ വളരെ ഉഷാറായിരുന്നു. സാദിഖലി തങ്ങളോട് കൂടിയാണ്. നിങ്ങൾ വിമർശിക്കാൻ നിങ്ങൾ തയ്യാറാകോ? അതൊക്കെയാണ് സൗഹൃദം. ഈ സമുദായം അത് ആഗ്രഹിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ളത് അവിടെ നിൽക്കട്ടെ. അഭിപ്രായം ഐക്യമുള്ളിടത്ത് ഒരുമിച്ചിരിക്കുക. ഇന്നത്തെ കലുഷിതമായ സാഹചര്യത്തിൽ ഒന്ന് പൊട്ടിക്കരിയാനെങ്കിലും നമുക്കൊരു വേദി വേണ്ടേ?